ഹായ് വെൽക്കം ടു നിഷ സ്ട്രീംസ്. ഈ വീഡിയോയിൽ ഞാനും മുരളിയേട്ടനും ഞങ്ങളുടെ വീക്കെൻഡ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് കാണാൻ പോകുന്നത്. ഇപ്പം ഞങ്ങൾ വീട്ടിലല്ല കേട്ടോ, ഇതിപ്പോൾ തേഴ്സ്ഡേ വൈകുന്നേരമാണ്. എൻ്റെ ഫ്രണ്ട് രശ്മിയുടെ വീട്ടിലാണ്. അപ്പം സാധാരണ ഇപ്പം ഈയിടെയൊക്കെയായിട്ട് വീക്കെൻഡ് തേഴ്സ്ഡേ ഈവനിങ് ആകുമ്പോൾ ഞങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ പോവുകയാണ്. ഒന്നെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ അല്ലെങ്കിൽ രശ്മിയുടെ വീട്ടിലൊക്കെ മാറി മാറി നിൽക്കുകയാണ്. വീട്ടിൽ ഒറ്റയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നങ്ങ് വട്ടവും, അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും അങ്ങ് പോവുക. അപ്പം ഇന്നും നാളെയും എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇവിടെ ഗിരിച്ചേട്ടനും രശ്മിയും കൂടെ വൈകിട്ടത്തെ ഡിന്നറിനുള്ള ചിക്കൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തുവാ എന്ന് നോക്കാൻ പോയി. അടുപ്പ് കത്തിച്ചോ? ഒന്നും ഇട്ടിട്ടില്ല. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഇച്ചിരി വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതെന്തോ ചിക്കനാ? സാധാരണ ചിക്കൻ കറി അല്ലേ? ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് പൊട്ടിക്കുക. കറിവേപ്പില ഇട്ടു, ഉണക്കമുളക് ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത്. ഇത് 3-4 ടേബിൾ സ്പൂൺ ഉണ്ടല്ലേ? കൂടുതലുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചിക്കൻ എത്ര കിലോയുടെയാ? 1.5 കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് ഈ ക്വാണ്ടിറ്റി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഒരു 5-6 സവോള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ സൈഡിലുണ്ടാവുന്ന സമയത്ത് രശ്മി ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. സവോള നല്ല ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കും ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇത് 1.5 കിലോ ചിക്കനാണ്. ഇതിനകത്ത് ഒന്നും പെരട്ടിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ്. അങ്ങനെ തന്നെ സവോളയിട്ട് ഇടുവാണ്. ഇതെന്താ പ്രിപ്പറേഷൻ ഒന്നും പറയുന്നില്ല ഗിരിച്ചേട്ടൻ. എന്തോ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പൊടി ഇടണ്ടേ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. രശ്മിയും ഇടിയപ്പവും കൂടെ ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുക. ചിക്കൻ ഉണ്ടാവുന്ന സമയത്ത് 4 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു ചിക്കൻ ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പച്ചമുളക് ഇട്ടേക്കുന്നത്. അടച്ചു വെച്ചാൽ കേട്ടോ കുക്ക് ചെയ്യുന്നത്. ചിക്കൻ ഇട്ട് കഴിഞ്ഞ് അടച്ചു വെച്ചു. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ചേക്കുക. ഓ ആ, ഈ ചിക്കൻ്റെ അകത്തുനിന്ന് എണ്ണയൊക്കെ ഇറങ്ങി വന്ന് ആ എണ്ണയ്ക്കകത്ത് തന്നെ ഈ ചിക്കൻ ഇങ്ങനെ ഒരു ഫ്രൈ പോലെ റോസ്റ്റ് മോഡൽ ആയിക്കൊണ്ടിരിക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ ലോ ഫ്ലെയിമിൽ തന്നെ അങ്ങനെ കിടക്കുവാണ്. ഇത് മല്ലിപ്പൊടിയല്ലേ? പൊടിയൊക്കെ ലാസ്റ്റ് ഇടുന്നത് കാരണം കുറച്ചൊന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ചിക്കൻ ഒന്ന് കുറച്ച് ഒതുക്കി വെച്ച് ആ പാനിൽ തന്നെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇടുമ്പോൾ ഒരു പച്ച ചുവയ്ക്കുമല്ലോ. അപ്പോൾ അതിനിങ്ങനെ ചെയ്യുന്നത്. മല്ലിപ്പൊടി മുളക് പൊടി ഏകദേശം ഒരേ ക്വാണ്ടിറ്റി ആണോ? മുളക് പൊടി കൂടുതലുണ്ടോ? ആ ഓക്കെ. അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി കുറവാണ്, മല്ലിപ്പൊടിയാ കൂടുതൽ. ആ ഓക്കെ ഓക്കെ. പച്ചമുളക് ഉള്ളതുകൊണ്ടാണ് മുളക് പൊടി ക്വാണ്ടിറ്റി കുറച്ചത്. ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ലാസ്റ്റ് ചേർക്കുന്നതിന് എന്തെങ്കിലും സ്പെഷ്യലുണ്ടോ? വെറുതെ ചേർക്കും? ഹാർഡായി പോകും. ഉപ്പ് ഇപ്പം ലാസ്റ്റ് ഇടുന്നത് ചിക്കൻ ഹാർഡായി പോകാതിരിക്കാൻ. അത് ശരിക്കും എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ചിക്കൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് എപ്പോഴും ലാസ്റ്റ് ഇട്ടാൽ മതി. ഞാൻ വിചാരിച്ചു ആദ്യമേ ചിക്കനിലൊക്കെ ഉപ്പ് ഇട്ടില്ലെങ്കിൽ പിടിക്കത്തില്ല. ഉപ്പിടുന്ന ശരി. അപ്പൊ ചിക്കൻ ഇപ്പൊ സവോളയ്ക്ക് ഉപ്പ് ചേർക്കാതല്ലേ വഴറ്റിയത്? ഒരു 10-15 മിനിറ്റും കൂടെ ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നല്ല ഡ്രൈ റോസ്റ്റ് ആക്കി എടുത്തു. ഇനി ഇതിൽ നിന്ന് ഇപ്പം ഇടിയപ്പത്തിന് കറി ആയതുകൊണ്ട്
തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചെടുക്കും. അപ്പം കുറച്ച് ഡ്രൈ ആയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി തേങ്ങാപ്പാൽ ഒഴിക്കും. നല്ല കട്ടിപ്പാലാണ്. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ മതി. ഇടിയപ്പത്തിനൂടെ ആണെങ്കിൽ ഗ്രേവി ഉണ്ടെങ്കിലല്ലേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയാൽ മതി. തേങ്ങാപ്പാലൊന്ന് ശകലം ചൂടായി വരുമ്പോഴത്തേക്കും. ഇപ്പം ഫ്രൈഡേ രാവിലെ ടൈം 9:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവാം. രശ്മിൻ്റെ വീട്ടിൽ തന്നെയാണ്. രശ്മിയും ഗിരിച്ചേട്ടനും കൂടെ പൂരി ഭാജിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ് രാവിലെ. ഉച്ചക്കത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചോറ്, കത്തിരിക്ക മെഴുക്കുവരട്ടി, പിന്നെ ഇത് ഗിരിച്ചേട്ടൻ്റെ സ്പെഷ്യൽ കൊഞ്ച് തീയല്, ഇത് മുട്ടത്തോരൻ, പിന്നെ ഇത് രശ്മിയുടെ വക ഒരു കുമ്പളങ്ങ പരിപ്പ് കറി, ഫിഷ് ഫ്രൈ. ഇതെന്താണ് സംഭവം? ഇത് ഒരു തോരൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അതായത് ഈ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കണ തോരനില്ലേ, സംഭവം എന്താണ്? ഇത് പടവലങ്ങ വിത്ത് എന്താ പറയണ പപ്പടം, പിന്നെ വേറെ സദ്യക്കുള്ള തോരൻ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു എന്താ പറയണ ഒരു കൂട്ടമായത്. കുറെ നാളിരിക്കും കേട്ടോ. സ്റ്റോർ ചെയ്യാൻ പറ്റുമല്ലേ? എല്ലാവർക്കും അറിയായിരിക്കും. ആണല്ലേ? നോക്കാം. ഉണ്ടാക്കുന്നതാണല്ലേ. ഞങ്ങളിപ്പോ ഇവിടെ ഷാർജ എക്സ്പോ സെന്ററിൽ എത്തിയേക്കോ. ഇവിടെ കമോൺ കേരള എന്നും പറഞ്ഞൊരു പ്രോഗ്രാം 3 ദിവസമായിട്ട് നടക്കുന്നത്. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇപ്പൊ ഫ്രൈഡേ വൈകിട്ട് 5 മണി ആയിട്ടുണ്ട്. രശ്മിയുടെ വീട്ടിൽ നിന്ന് കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നതാ. ഇതിപ്പം ഒരു കേരളത്തിൽ നിന്നുള്ളൊരു പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് കുറച്ച് പേര്, പിന്നെ കുറച്ച് ഫുഡ് സ്റ്റോള്, പിന്നെ എന്തൊക്കെയോ സ്റ്റേജ് പ്രോഗ്രാം, കുറച്ച് ഫിലിം സ്റ്റാർസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. അറിയത്തില്ല. അപ്പൊ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ച് എത്തിയേക്കുന്നതാണ്. അതിനകത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ ട്രൈ ആവട്ടോ. തിരക്കനുസരിച്ച് ക്യാമറ ഒക്കെ പിടിച്ച് നോക്കാം. തിരക്കില്ലെങ്കിൽ കുറച്ച് എടുക്കാം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സിറിയ ഇപ്പോൾ എത്തും. എൻ്റെ ഫ്രണ്ട് സിറിയയും കൂടെ എത്തും. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ വെളിയിൽ നിൽക്കുക. നല്ല തിരക്കാണ്. ഞങ്ങളിപ്പോൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് ക്യൂ ഒക്കെ നിന്ന് അകത്ത് കയറിയതാ. വരുന്ന വഴിക്ക് 1-2 സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു. അപ്പോൾ ഒരു സന്തോഷമായി വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും. ഇവിടെ മെയിനായിട്ടും ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സിൻ്റെ ഒക്കെ കുറേ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ അബ്രോഡ് എഡ്യൂക്കേഷൻ, അങ്ങനത്തെ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ്റെ ഒക്കെ അങ്ങനത്തെ കുറേ സ്റ്റോളുകൾ. അകത്തൊരു ചെറിയ സ്റ്റേജ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ഗ്രൂപ്പിൻ്റെ കുറച്ച് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു.
ടേസ്റ്റി ലൈഫ് എന്ന് പറഞ്ഞ സെക്ഷനകത്ത് കുറേ ഫുഡിൻ്റെ സ്റ്റോളുകളായിരുന്നു. കുറേ റെസ്റ്റോറൻറ്റുകാർ അവരുടെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ കുറേ ലേഡീസൊക്കെ ഒരു കുടുംബശ്രീ യൂണിറ്റൊക്കെ പോലത്തെ നാട്ടിലൊക്കെ കുടുംബശ്രീ പോലെ ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റോളിട്ട് അവർ ചിലർ അവിടെ നിന്ന് തന്നെ ഓരോന്നും ഫ്രഷായിട്ട് ഓരോ മലബാർ കോഴിക്കോട് അവിടുത്തെ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ കുറേ സ്നാക്സൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. ഇറങ്ങുന്ന വഴിക്ക് കുറച്ച് ഹാൻഡ് മെയ്ഡ് മാലകളുടെയൊക്കെ കുറച്ച് കളക്ഷൻസും സെയിലും ഒക്കെ ഉണ്ടായിരുന്നു. വെറുതെ അവിടെ അതുവഴി പോയപ്പം ഒന്ന് കണ്ടെന്നേ ഉള്ളൂ, ഒന്ന് മേടിച്ചൊന്നുമില്ല. ഞങ്ങൾ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്കും സിത്താരയുടെയും കണ്ണൂർ ഷെറീഫിൻ്റെയും ഒക്കെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് നേരം നിന്നിട്ട് ഇങ്ങ് പോന്നു. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക. നല്ല റഷായി. വന്ന ഒരു 5:30 വന്നപ്പോഴത്തേക്കും ഇത്രയും തിരക്കില്ലായിരുന്നു. ഇപ്പം ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അത്ര ഭയങ്കര തിരക്കായിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. സിറിയൊക്കെ തിരിച്ചു പോയി. രശ്മിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങളിങ്ങി വന്നു. ഇപ്പം സമയം രാത്രിയിൽ 8:30 ആയിട്ടുണ്ട്. ഇന്ന് മനസ്സിനൊരു സന്തോഷം, ചെറിയൊരു സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് വന്ന് കണ്ട് സംസാരിച്ചു. ഒരു 7 പേര് വന്ന് നിഷയല്ലേ ചാനൽ കാണാറുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് വന്ന് സംസാരിച്ചപ്പം ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു. അത് ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആരെങ്കിലും ഒക്കെ വന്ന് മിണ്ടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ചിലർ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഒരാളുടെയൊക്കെ ജസ്റ്റ് ഒരാൾ സെൽഫി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മുരളിയേട്ടനാണ് വീഡിയോ എടുത്തത്. അതിപ്പോൾ എഡിറ്റ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ. അപ്പം ഈ വീക്കെൻഡ് ഇതോടുകൂടി ഇവിടെ തീരുകയാണ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നാളെ സാറ്റർഡേ അവധിയാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല. ഉച്ചയ്ക്ക് ജസ്റ്റ് ചേച്ചിയുടെ വീട്ടിലൊന്ന് പോകണം. ചേച്ചി ആഴ്ച കണ്ടില്ല. അപ്പം അത്രയേ ഉള്ളൂ. വീക്കെൻഡ് വ്ളോഗ് ഇവിടെ നിർത്താം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.